ഇന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഒരു പ്രധാനപ്പെട്ട ജോലി തരാൻ പോവുകയാണ്. സൺ സിറ്റിയിലെ രുദ്രയെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. ഞാൻ ഇവിടെയുള്ളപ്പോൾ ആ ജോലി അവര് രണ്ടുപേർക്കും എന്തിനാ വിട്ടുകൊടുക്കുന്നത്? ഓരോ പ്രാവശ്യവും രുദ്രയെ സ്പൈ ചെയ്യാൻ പോകുന്നത് ഞാനല്ലേ? നിനക്ക് വെറും ചാരനായിരിക്കാൻ മാത്രമേ അറിയാവൂ. രുദ്രയെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിനക്കൊന്നും പറ്റില്ല. നീ ഇതുവരെ പോയിട്ട് ഫെയിൽ ആയിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഷാക്കാൽ പറഞ്ഞത് വളരെ ശരിയാണ്. സഫോല, നീ വെറുതെ ഓലാലി ഓല, ഞാനാണ് സഫോല. അതല്ലാതെ നിനക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. നീ ഒരുപാട് സന്തോഷിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ മാത്രം എന്താ സാധിച്ചത്? എപ്പോ നോക്കിയാലും സോഗയ്ക്ക് പറ്റില്ല എന്നല്ലേ പറയാറ്? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കലപിലാന്ന് വഴക്കടിക്കുന്നത് നിർത്ത. ലാംബെയർ ബാറ്റ് ചെല്ല, ചെയിനെ ഒന്ന് സഹായിക്കുക. ആ രുദ്രയെ അറസ്റ്റ് ചെയ്ത് ഇങ്ങ് കൊണ്ടുവന്നേക്ക. നിങ്ങളുടെ കൽപ്പന ഞാൻ അനുസരിക്കുന്നു ഷാക്കാൽ. രുദ്ര, ഇനി നീ എങ്ങനെ രക്ഷപ്പെടും നോക്കട്ടെ. അല്ല കുട്ടികളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്ന് പതുക്കെ കളിക്ക്. ഓ സോറി രംഗില. ഈ ബോൾ ഉണ്ടല്ലോ, എല്ലാത്തിനും കാരണം ഈ ബോളാണ്. രുദ്ര സൂക്ഷിച്ച്. രുദ്ര പുഷ്ടിനോ. അല്ല, ഈ ചെയിൻ എവിടുന്നാ വന്നത്? വിഷമിക്കണ്ട മുത്തശ്ശ, ഞാനിതാ വരുന്നു. വേണ്ട, എന്റെ മുത്തശ്ശനെ പറ്റേക്ക്. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഞാനും ഇതാ വരുന്നു രുദ്ര. രുദ്ര, ഇനി നമ്മൾ എങ്ങനെയാ മുത്തശ്ശനെ കണ്ടെത്തുക? ഇങ്ങനത്തെ ഒരു ചതി ഷക്കാലല്ലാതെ വേറെ ആരും ചെയ്യില്ല. മുത്തശ്ശനെ കണ്ടുപിടിക്കാൻ നമ്മൾ അതും കാൽ സിറ്റിക്ക് ചെല്ലണം. എല്ലാരും അലേർട്ടായിരിക്കണം. അങ്ങോട്ട് നോക്കൂ സോഗ, വരൂ നമുക്ക് അവനെ ഫോളോ ചെയ്തു പോവാം. നല്ല ചൂട് ഭക്ഷണം. വാവ്, കൊള്ളാം, അടിപൊളി. ഇപ്പൊ മുത്തശ്ശന്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ചേടാ, നമ്മളിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്ക്. ഇന്ന് വൈകുന്നേരം പാർട്ടിയാണ്, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ജയസിംഗിന്റെ ബർത്ത്ഡേ പാർട്ടിയോ? നിങ്ങൾ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? ജയസിംഗ് അതിനിപ്പോ സൺ സിറ്റിയിൽ ഇല്ലല്ലോ മക്കളെ. എന്താ നീ പറയുന്നത്? മുത്തശ്ശൻ ഞങ്ങളുടെ പാലസിൽ തന്നെ ഉണ്ടല്ലോ. ഉണ്ടല്ല, ഉണ്ടായിരുന്നു. ഷാക്കാൽ ജയസിംഗിനെ പാലസിൽ നിന്നും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തടവറയിൽ പൂട്ടി വെച്ച് കാണും. അതെയോ? അപ്പൂപ്പനെ ഷാക്കായാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? അപ്പൊ പറ, എവിടെയാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? ഇല്ല, ഞാനത് പറയില്ല. ഞാൻ എന്തിനാ പറയുന്നത്? ചേടാ, ഇവൻ അതൊന്നും അറിയില്ലെന്നേ. ഇവൻ ഷാക്കാലിന്റെ സാധാരണ ജോലിക്കാരനാണ്. ഷാക്കാൽ ഇവനോടൊന്നും പറയാറില്ല. ഞാൻ സാധാരണ ജോലിക്കാരനൊന്നും അല്ല. ഷാക്കാലിന്റെ റൈറ്റ് ഹാൻഡ് ആണ് ഞാൻ. എനിക്ക് എല്ലാ കാര്യവും അറിയാം. മനസ്സിലായോ? എനിക്ക് അറിയാമല്ല പറഞ്ഞേ. അറിയില്ല, ഒന്നും അറിയില്ല. എന്നാ പറ, മുത്തശ്ശൻ എവിടെയുള്ളത്? അറിയാം. അധികം വാൽക്കോണോ മൗണ്ടൻസിലുള്ള ഏതെങ്കിലും ഒരു മൗണ്ടനിൽ കുടുങ്ങി കിടക്കായിരിക്കും. ഞാനത് പറഞ്ഞു പോയി. ഈ കാര്യം ഇപ്പൊ ഷാക്കാൽ അറിഞ്ഞ
പിന്നെ എന്റെ കാര്യം പോക്ക. താങ്ക് യു ഷക്കാൽ. See you. രുദ്ര, നമ്മളിപ്പോ വോൾക്കാനോ മൗണ്ടനിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ എങ്ങനെയാ അത് കണ്ടെത്തുക? ആ വാമ്പയർ ബാറ്റ് മുത്തശ്ശനെ കൊണ്ടുപോയ സ്ഥലം എങ്ങനെ കണ്ടെത്തും? മര, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരുപാട് മൗണ്ടൻസ് ഉണ്ട്. ഇതിൽ നിന്നും മുത്തശ്ശനെ എങ്ങനെ തേടി കണ്ടുപിടിക്കാം? ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഇവൾക്കാണോ പൊട്ടിച്ചിതറും. പിന്നെ നിന്റെ അപ്പൂപ്പൻ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വെൽക്കാനോക്കകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടായിരിക്കും. പറ്റുമെങ്കിൽ ചെന്ന് രക്ഷിക്ക. തേടി കണ്ടെത്തി രുദ്ര. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ആണോ? രുദ്ര, നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. മര, വരുൺ, വേഗം ആ വോൾക്കാനോയുടെ അടുത്തേക്ക് ചെല്ല്. ഞാനിപ്പോ വാമ്പയർ ബാറ്റ് പറന്നു പോകുന്നത് കണ്ടതാണ്. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഞാൻ വരുന്നു, ഒന്ന് നിക്ക. രുദ്ര, അത് ഉരുകുന്ന സമയം നമ്മൾ അതിന്റെ മുകളിൽ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈങ് ഷൂസ് കത്തിക്കരിഞ്ഞു പോകും. വേഗം അകത്ത് ചെന്ന് നമുക്ക് നോക്കാം. മുത്തശ്ശ, 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 ഇങ്ങനെ പോയ മുത്തശ്ശനെ നമുക്ക് വേഗം കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ അടുത്ത് സമയം വളരെ കുറവാണ്. നമുക്ക് എല്ലാവർക്കും വേറെ വേറെ വെൽക്കണിൽ ചെന്ന് മുത്തശ്ശനെ കണ്ടെത്തണം. അതെ രുദ്ര, അത് നല്ല ഐഡിയ ആണ്. മുത്തശ്ശ, 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 എന്തു പറ്റി രുദ്ര? അപ്പൂപ്പനെ കണ്ടെത്തിയില്ലേ? തേട് തേട്, സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല രുദ്ര. ഇനി വെറും 8 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ചേസിംഗ് ഇവിടെ തന്നെയുണ്ട്, നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. ചെല്ല്, കണ്ടെത്ത്. അക്കീറ, സഖീറ, ഇൻവിസിബിൾ പ്രൊട്ടക്ഷൻ ടണൽ ക്രിയേറ്റർ. രുദ്ര, ആ പാറ നമ്മുടെ നേർക്ക് ഉരുണ്ട് വരുന്നേ. വേഗം എല്ലാവരും പറക്കും. അങ്ങോട്ട് പോ. രുദ്ര, എന്താ ഇതൊക്കെ? നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല, ഇടത്തോട്ട് പോകാൻ പറ്റുന്നില്ല, വലത്തോട്ട് പോകാൻ ചേടാ, പറ്റുന്നില്ല. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. രുദ്ര, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? ഞാൻ ഇങ്ങോട്ട് പോണോ അതോ അങ്ങോട്ട് പോണോ? എങ്ങോട്ടാ പോണ്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഷാക്കാൽ നമ്മുടെ 4 ചുറ്റും ഇൻവിസിബിൾ ടണൽ റെഡിയാക്കിയിട്ടുണ്ടെന്ന്. നമുക്ക് നേരെ മാത്രമേ പോകാൻ പറ്റൂ. നമ്മുടെ പുറകെ പാറ വരുന്നുണ്ട്. നമ്മൾ അവൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ പേടിക്കണ്ട, ഫുൾ സ്പീഡിൽ മുന്നോട്ട് പറക്കൂ. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. ഞാൻ പാറയെ തടഞ്ഞു നിർത്താം. നിങ്ങൾ പുറകോട്ട് പോയിക്കോ. ജന്തർ മന്തർ കാലികൾ എന്തർ അവിടെ നിൽക്കേ. മയരുടെ മാജിക് കാരണം പാറയുടെ വഴിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിരിക്കുക. സോറി വരുൺ. ഈ ബൈസ്ക ബൂം ചിക് ചിക് ബൂം. ഇവിടെയും ഒരു വോൾക്കാനാണല്ലോ. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇനി നമ്മുടെ കാര്യം പോക്കാ. തീർച്ചയായിട്ടും ഈ ഇൻവിസിബിൾ ടണലിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഞാൻ ആ ബോൾഡറിനെ തടഞ്ഞു നിർത്താം. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ട്രൈ ചെയ്യും. നിങ്ങൾ വേഗം ബോൾഡർ ആൻഡ് ഇൻവിസിബിൾ ടണലിന്റെ ഇടയിൽ കൂടെ ബോൾഡറിന്റെ പുറകെ പൊക്കോളൂ. വേഗം പോകും. അല്ല, ഇതെന്ത് പ്രശ്നമാ? ഞങ്ങൾ അങ്ങോട്ട് പോയാൽ നിന്റെ കാര്യം എന്താകും? ഞാനും നിങ്ങളുടെ പുറകെ വരാം. ചെല്ലു, വേഗം ചെല്ല്. എനിക്ക് ഒരുപാട് സമയം ഇത് പിടിച്ചു നിർത്താനാവില്ല. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. എനിക്കിതിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അമ്മയെ രക്ഷപ്പെട്ടു. കൊള്ളാലോ, നിങ്ങൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തേക്ക് ചാടി വന്നുവല്ലേ. പക്ഷെ രുദ്രയെ ഇനി ആര് രക്ഷിക്കും?